നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും ശക്തമായ സമുദായ സംഘടനകളിൽ ഒന്നായ നായർ സർവീസ് സൊസൈറ്റിയും BJPയും തമ്മിലുള്ള ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഡൽഹിയിലെ മന്നം സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും നടത്തിയ പരാമർശങ്ങൾ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ അനുനയ നീക്കം BJPക്കുള്ളിലെ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളെ പുറത്തു കൊണ്ടുവരുന്നു. NSSും BJP നേതൃത്വവും തമ്മിലുള്ള പോര് കടുത്ത രാഷ്ട്രീയ ചർച്ചയായി മാറുന്നതിനിടെ ഇരുപക്ഷത്തെയും അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് നയിക്കാനും വിവാദങ്ങൾ തണുപ്പിക്കാനുള്ള നിർണായക നീക്കവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡൽഹിയിൽ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും NSS നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ NSSനെയും ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും പൂർണ്ണമായും പിന്തുണച്ചും ആദരിച്ചും കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഔദ്യോഗിക പ്രസ്താവന. NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ BJP ഒരിക്കലും ഇടപെടില്ലെന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹം ശബരിമല തന്ത്രി വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഓർമ്മിപ്പിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പെരുന്നയിലെ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് BJPയും NSSും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയിരുന്നു. മന്നം സമാധിയിൽ അനുമതി നിഷേധിച്ചതിലുള്ള അമർഷം BJP കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോഴുമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ പരസ്യ പ്രതികരണം. എന്നാൽ ഒരു വലിയ സമുദായ സംഘടനയെ പിണക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുമെന്ന് BJPയിൽ ഒരു വിഭാഗം ഭയപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് NSSന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. ഇത് ഡൽഹിയിലെ കടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ BJP ഘടകത്തിന് സംഘടനയോടുള്ള മൃദു സമീപനം വ്യക്തമാക്കുന്നു. NSS ജനറൽ സെക്രട്ടറിക്കെതിരെ BJP എന്ന വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ. തനിക്ക് വ്യക്തിപരമായി വലിയ പിന്തുണ നൽകിയ നേതാവാണ് G സുകുമാരൻ നായരെന്നും ലക്ഷക്കണക്കിന് വരുന്ന സമുദായ അംഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നേതൃത്വത്തെ ഉത്തരവാദിത്തത്തോടെ മാത്രമേ സമീപിക്കൂ എന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്ര നേതാക്കളുടെ വിമർശനം NSSനെ പ്രകോപിപ്പിച്ച സാഹചര്യത്തിൽ സുകുമാരൻ നായരെ അനുനയിപ്പിക്കാനുള്ള BJPയുടെ തന്ത്രപരമായ പിൻവാങ്ങലായും ഇതിനെ കാണാം. ശബരിമലയിലെ താന്ത്രിക ചുമതല ആർക്ക് നൽകണമെന്നത് രാഷ്ട്രീയ വിഷയമല്ലെന്നും അതിൽ BJPക്ക് അഭിപ്രായം പറയുന്നതിൽ പരിമിതികളുണ്ടെന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയിലെ ആരെങ്കിലും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരം മാത്രമാണ്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിൽ BJP വിശ്വാസികൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച് NSSന്റെ വികാരത്തെ മാനിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ശബരിമലയിലെ തന്ത്രി ചുമതലയിൽ നിന്ന് താഴമൺ മഠത്തെ മാറ്റണമെന്ന ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളിൽ തന്ത്രി ജയിലിലും നിയന്ത്രിച്ച മന്ത്രിമാർ പുറത്തുമാണ് എന്ന അവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നു. അഴിമതിക്കാരായ LDF നേതൃത്വത്തിന് UDF സർക്കാർ സംരക്ഷണം നൽകുകയാണെന്ന ആരോപണം വഴി വിവാദം BJPക്കെതിരെ തിരിയാതെ LDF UDF മുന്നണികൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും കടുത്ത പ്രസ്താവനകൾ കേരളത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയ നഷ്ടം മുൻകൂട്ടി കണ്ട് NSSുമായുള്ള സൗഹൃദം വീണ്ടെടുക്കാനും വിശ്വാസി സമൂഹത്തെ ഒപ്പം നിർത്താനുമുള്ള പക്വതയാർന്ന ഒരു നയതന്ത്ര നീക്കമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനയിലൂടെ ദൃശ്യമാകുന്നത്. പെരുന്നയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതിന്റെ അമർഷം മുഴുവൻ സുരേഷ് ഗോപിക്കുണ്ട്. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന NSS നേതൃത്വത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. NSS നേതൃത്വം BJP നേതാക്കളോട് കാണിക്കുന്ന അയിത്തം ഇനി വെച്ചുപൊറുപ്പിക്കില്ല എന്ന കർക്കശമായ സന്ദേശമാണ് സുരേഷ് ഗോപി നൽകുന്നത്. കേന്ദ്ര നേതാക്കൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSSനെ ചേർത്ത് പിടിക്കുന്നത് BJPയുടെ ഒരു തന്ത്രപരമായ നീക്കമാണ്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ BJP എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നതിലൂടെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് സംഘടനയെ ബഹുമാനിക്കുന്നുവെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി സമുദായ വോട്ടർമാരെ അകറ്റാതിരിക്കുക എന്നതാണ് അടവ്.
സുകുമാരൻ നായരുമായി തനിക്കുള്ള വ്യക്തിപരമായ സംസ്ഥാന നേതൃത്വത്തിനോടുള്ള അടുപ്പം എടുത്തു പറയുകയും അതേസമയം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും സുരേഷ് ഗോപിയെയും മുൻനിർത്തി NSS നേതൃത്വത്തിന്റെ രാഷ്ട്രീയ പിടിവാശികളെ തകർക്കുക എന്ന തന്ത്രമാണ് BJPയുടേത്. NSS എന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാതെ തന്നെ അതിൻ്റെ നിലവിലെ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി അനുകൂലമാക്കുക എന്ന കഠിനമായ രാഷ്ട്രീയ വ്യായാമമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ആ സർക്കാരിൻ്റെ നയങ്ങളോടും ഏറ്റുമുട്ടിയ ഒരു സാഹചര്യം NSS നേതൃത്വത്തിനുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി VD സതീശൻ 2-3 തവണ കാണാനായിട്ട് NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G സുകുമാരൻ നായർ സമീപിച്ചപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെയായിരുന്നു കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര മന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ സ്പീക്കർക്കടക്കം അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ ഈ നിലപാടിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്, വിമർശനവും ഉയരുന്നുണ്ട്.